ഹായ് ഓൾ വെൽക്കം ബാക്ക് ഫോർ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രംപിന്റെ ടാരിഫിനെ കുറിച്ചും ഈ ഒരു ടാരിഫിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ട്രംപിന്റെ പുതിയതായിട്ടുള്ള ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടാരിഫ്. ഇതൊരു 4D ചെസ്, ട്രംപിന്റെ ഒരു 4D ചെസ് ആണ്. പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങളും ഉള്ള ഒരു കളി മാത്രമാണ് ട്രംപിന് ഈ ടാരിഫ് എന്ന് പറയുന്നത്. ഏപ്രിൽ 4-ാം തീയതിയാണ് ട്രംപ് വലിയ രീതിയിലുള്ള ഒരു ചാർട്ടുമായിട്ട് മീഡിയ കോൺഫറൻസിൽ വരുന്നത്. ഓരോ രാജ്യത്തിനും വലിയ രീതിയിലുള്ള ടാരിഫ് അടിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഇന്ത്യക്കും കിട്ടി ഒരു 26% ടാരിഫ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രംപിന്റെ പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പകരത്തിന് പകരം ചുങ്കം ചാർജ് ചെയ്യുക മാത്രമാണോ, അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ട്രംപ് പകരത്തിന് പകരം ചുങ്കം ചാർജ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടാരിഫ് ചാർജ് ചെയ്യാനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റ് കൺട്രീസ് ഒക്കെ തന്നെ US-നെ അബ്യൂസ് ചെയ്യുന്നതാണെന്നും, അതുപോലെ തന്നെ മറ്റ് കൺട്രീസ് വലിയ രീതിയിൽ ടാരിഫ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് US പ്രൊഡക്റ്റ് മറ്റ് കൺട്രീസിൽ സെല്ല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതൊക്കെയാണ് ഇതിന് ന്യായമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചാർട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയുടെ കേസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ട്രംപ് ടാരിഫ് ചാർജ് ചെയ്യുന്നത് 26% ആണ്. കാരണം ഇന്ത്യ അത്രയും ചാർജ് ചെയ്യുന്നുണ്ട്, അതിന് പകരമായിട്ട് നമ്മൾ അത്രയും ചാർജ് ചെയ്യുന്നതാണ് ട്രംപ് ഇതിന് ന്യായമായിട്ട് പറയുന്നത്. അതേസമയത്ത് നമുക്ക് ഇന്ത്യയുടെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ US-ന്റെ അടുത്ത് നമ്മൾ ഒരു 13 മുതൽ 14% മാത്രം ടാരിഫാണ് ഈ ഒരു ടാരിഫ് വാർ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇത്രയും വലിയൊരു 26% വരുന്ന വലിയൊരു ടാരിഫ് നമുക്ക് അടിച്ചു തന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് പകരത്തിന് പകരം ടാരിഫ് ചാർജ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിലും വലിയ പല ലക്ഷ്യങ്ങളും ഈ ഒരു ട്രേഡ് വാറിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടാരിഫ് അനൗൺസ് ചെയ്യുന്നതിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു ടാരിഫ് ചാർജ് ചെയ്യുന്നതോടുകൂടെ മറ്റ് കൺട്രീസ്, ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് US. ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് US. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടാരിഫ് US അനൗൺസ് ചെയ്യുന്നതോടുകൂടെ ഇന്ത്യൻ ഗവൺമെന്റിന് US-ഉമായിട്ട് വേറൊരു ട്രേഡ് ഡീലിൽ എത്താനുള്ള സമ്മർദ്ദം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഇത്തരത്തിലുള്ള പകരത്തിന് പകരം ചാർജ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ ചാർജ് ചെയ്യുന്ന അത്രയും തിരിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ US-നും 13-14% ചാർജ് ചെയ്യാം. പക്ഷേ ഇവിടെ US ചാർജ് ചെയ്യുന്നത് 26%. അപ്പോൾ ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകരത്തിന് പകരം ടാരിഫ് ചാർജ് ചെയ്യുക മാത്രമല്ല, ഇത് ട്രംപിന്റെ 4D ചെസ് ഗെയിമിലെ ഒരു ഡയമെൻഷൻ മാത്രമാണ് ഈ വലിയ രീതിയിലുള്ള ടാരിഫ് ചാർജ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ 26% ടാരിഫ് ഒന്നും ലോങ് റണ്ണിൽ നിൽക്കില്ലെങ്കിൽ കൂടെ ഇതിന് തീർച്ചയായിട്ടും പഴയതുപോലത്തെ ഒരു തിരിച്ചുപോക്ക് എന്തായാലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ടാരിഫ് ഉണ്ടാവും. പക്ഷേ ടാരിഫ് എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള സ്ട്രാറ്റജി അല്ല. ഇതൊരു പുകമറ മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള 4D ചെസ്സിലുള്ള ഒരു ഫസ്റ്റ് ഡയമെൻഷൻ സ്ട്രാറ്റജി മാത്രമാണ് ഇത്തരത്തിലുള്ള ടാരിഫ് ചാർജ് ചെയ്യുക എന്നുള്ളത്. ട്രംപിന്റെ 4D ചെസ്സിലുള്ള മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ടാരിഫ് മറ്റുള്ള കൺട്രീസിന് കയ്യിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ US കമ്പനികളൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആപ്പിളിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ്, അവരുടെ ഫാക്ടറീസ് ഒക്കെ ചൈനയിലാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് US-ലേക്ക് വീണ്ടും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർ മെക്സിക്കോയിൽ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 15%, അവിടുത്തെ മൊത്തം GDP-യുടെ 15% മാനുഫാക്ചറിങ് ആക്കുക എന്നുള്ളതും കൂടി ഈ ഒരു ടാരിഫ് വാർ, അല്ലെങ്കിൽ ഈ ഒരു 4D ചെസ്സിലെ ഒരു നമ്പർ 2 സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഇപ്പോൾ US-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപ് ഇലക്ഷൻ്റെ സമയത്തും അതുപോലെ തന്നെ ക്യാമ്പയിനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന US-നെ വീണ്ടും ഒരു മാനുഫാക്ചറിങ് പവർ ആക്കിയിട്ട് മാറ്റും. വീണ്ടും ഒരു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ് ആള് മെയിനായിട്ട് US-ൽ ഇലക്ഷൻ പ്രചരണം നയിച്ചതും അതുപോലെ തന്നെ വിജയിച്ചതും. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം US-നെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കിയിട്ട് മാറ്റണം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടാരിഫ് ഇപ്പം ചാർജ് ചെയ്യുന്ന അത്രയും നിലനിൽക്കില്ലെങ്കിലും വീണ്ടും ഒരു അഗ്രിമെന്റിലൊക്കെ എത്തുന്ന സമയത്ത് കുറവൊക്കെ വരുമെങ്കിലും തീർച്ചയായിട്ടും പഴയതുപോലെയുള്ള ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു സന്ദേശം കൂടി നൽകിയിട്ട് ബാക്കിയുള്ള കമ്പനീസിനൊക്കെ തന്നെ US-ലേക്ക് അല്ലെങ്കിൽ മറ്റ് കൺട്രീസിനൊക്കെ US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതും ട്രംപിന്റെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇനി ട്രംപിന്റെ ഈ ഒരു സ്ട്രാറ്റജി വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വിജയിക്കുന്നുണ്ട് എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ US-ൽ ട്രംപ് അധികാരത്തിന് ഏറ്റ ശേഷം മാത്രം 5 ട്രില്യൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. UAE ഏകദേശം 1.4 ട്രില്യൺ US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യ, ഇന്ത്യ, അതുപോലെ മറ്റു പല കമ്പനീസും, ഇപ്പോൾ ആപ്പിളൊക്കെ ഏകദേശം 500 ബില്യൺ US-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പല കമ്പനീസും അവരുടെ മാനുഫാക്ചറിങ് US-ലേക്കും കൂടി മാറ്റാൻ, അല്ലെങ്കിൽ US-ലേക്ക് മാറ്റാൻ
ഈ നിർബന്ധിതരായി ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്, ഈ ഒരു ടാരിഫിന്റെ ഭാഗമായിട്ട്. കാരണം മറ്റ് കൺട്രീസിൽ നിന്നും അവരുടെ പ്രൊഡക്റ്റ് യുഎസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ടാരിഫ് അവിടെ എൻഡ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്ട്സിന്റെ വില കൂടും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യുഎസിൽ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ പല കമ്പനീസും അവർ ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു ടാരിഫ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യുഎസിലേക്ക് മാനുഫാക്ചറിങ് മാറ്റാൻ നിർബന്ധിതരാകും. ഈ 4D ചെസ്സിന്റെ ഭാഗമായിട്ട് ട്രംപ് ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡ് റീ അലൈൻമെന്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ 5 കൺട്രീസ് ആണെങ്കിൽ പല കൺട്രീസും ഇപ്പോൾ UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഈജിപ്ത്, ഇറാൻ തുടങ്ങിയ കൺട്രീസും ഒക്കെ തന്നെ ബ്രിക്സിൽ ജോയിൻ ചെയ്തു. കൂടാതെ പല കൺട്രീസും ബ്രിക്സിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബ്രിക്സ് അല്ലെങ്കിൽ മറ്റൊരു അലൈൻമെന്റ് ശക്തി ആർജിക്കുന്ന അവർക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ്. ഇപ്പൊ ബ്രിക്സിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ബ്രിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് യുഎസിലേക്കാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് യുഎസ്. അപ്പോൾ തീർച്ചയായിട്ടും യുഎസ് ഇപ്പൊ ട്രംപ് പല ട്വീറ്റിലൂടെയും അതുപോലെ തന്നെ പല ഇന്റർവ്യൂസിലും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് കൺട്രീസ് US ഡോളറിനെ അവോയ്ഡ് ചെയ്ത് അവരുടെ സ്വന്തം കറൻസിയിലോ അല്ലെങ്കിൽ ബ്രിക്സ് കറൻസിയിലോ ഒക്കെ ബ്രിക്സ് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കറൻസിയിലോ ഒക്കെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിൽ ടാരിഫ് യുഎസിലേക്ക് 100% ടാരിഫ്, അതുപോലെ തന്നെ യുഎസ് മാർക്കറ്റിനെ എന്നേക്കുമായിട്ട് മറക്കേണ്ടി വരും എന്നൊക്കെ രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ബ്രിക്സ് പോലത്തെ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ US ഡോളർ അല്ലാത്ത മറ്റ് കൺട്രീസിൽ കറൻസി ട്രേഡ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രേഡ് സെറ്റിൽമെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുഎസിന്റെ വലിയ രീതിയിലുള്ള ടാരിഫും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ അവരുടെ എക്കണോമിയെ ബാധിക്കും. ഇപ്പൊ ട്രംപ് ഈ ഒരു ടാരിഫിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത് വെറും ഒരു ടാരിഫ്, പകരത്തിന് പകരം ടാരിഫ് ചാർജ് ചെയ്യുന്നത് മാത്രമല്ല, ഗ്ലോബൽ ട്രേഡ് റീ അലൈൻമെന്റ്, യുഎസിന് ശക്തിയുള്ള അല്ലെങ്കിൽ US നയിക്കുന്ന ഒരു അലൈൻമെന്റിനെ എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ മൊത്തം 40% ഓഫ് ഗ്ലോബൽ എക്കണോമിനെ ലീഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് US തുടരുക എന്നുള്ളതും ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ട്രംപ് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ട്രംപ് ഈ ഒരു ട്രേഡ് വാറിലൂടെ ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 4D ഡയമെൻഷൻ ചെസ്സിന്റെ മറ്റൊരു ഡയമെൻഷനാണ് US ഡോളറിനെ ലോകത്തെ റിസർവ് കറൻസി ആയിട്ട് നിലനിർത്തുക എന്നുള്ളത്. ഇതും ട്രംപിന്റെ ഈ ഒരു ട്രേഡ് വാറിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. ഇപ്പൊ നമുക്ക് അറിയാം, ബ്രിക്സ് കൺട്രീസ് ഒരു പുതിയ കറൻസി ഫോം ചെയ്ത് അവർ തമ്മിലുള്ള ട്രേഡൊക്കെ ആ ഒരു കറൻസിയിൽ നടത്തി കഴിഞ്ഞാൽ US ഡോളറിന്റെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറയും. ഓൾറെഡി ഇപ്പൊ ചൈനയൊക്കെ US ട്രഷറി വലിയ രീതിയിൽ ഡംപ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യ, മറ്റു കൺട്രീസൊക്കെ തന്നെ ഡോളറൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്കൊക്കെ മറ്റ് കൺട്രീസിന് പോകുന്നതിനെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതും കൂടി ഈ ഒരു ടാരിഫിന്റെ ഭാഗമായിട്ട് ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും US എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇന്ത്യയൊക്കെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് US. അപ്പൊ US എക്സ്പോർട്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പുതിയ കറൻസിയിലേക്ക് പോവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യുഎസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കൺട്രീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പുതിയൊരു അലൈൻമെന്റിലേക്ക് ജോയിൻ ചെയ്ത് പുതിയ ബ്രിക്സ് കറൻസി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ US വലിയ രീതിയിൽ ടാരിഫും മറ്റു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ US അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ പേടിച്ചുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കൺട്രീസിനൊക്കെ പിന്മാറ്റി വീണ്ടും US ഡോളറിനെ ഒരു വേൾഡ് റിസർവ് കറൻസി ആയിട്ട് നിലനിർത്തുക എന്നുള്ളതും കൂടെ ട്രംപിന്റെ ഈ ഒരു ട്രേഡ് വാറിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. അപ്പൊ US ഡോളറിന്റെ ഡോമിനൻസ് നിലനിർത്താൻ ഈ ഒരു ടാരിഫ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ട്രേഡ് വാർ കൊണ്ട് മാത്രമോ നടക്കില്ല എന്ന് ഏറ്റവും നന്നായിട്ട് യുഎസിനും ട്രംപിനും അത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം സൈൻ ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡറിൽ സ്റ്റേബിൾ കോയിൻ ആക്ടും ഉൾക്കൊള്ളിച്ചത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് ടെത്തർ എന്ന് പറയുന്ന കമ്പനിയാണ്. US ഡോളറിന്റെ സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നത് ടെത്തർ എന്ന് പറയുന്ന കമ്പനിയാണ്. എന്നാൽ ട്രംപിന് US ബാങ്കുകൾ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യണം. അങ്ങനെ സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ബാങ്കുകളൊക്കെ തന്നെ US ട്രഷറി, US ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ആയിട്ടാണ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ US ഡോളർ ബാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ US ട്രഷറി ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻ ഇറങ്ങുന്നത് വഴി ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ, ഇപ്പൊ ലബനാനിലൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ കറൻസി എപ്പോഴും വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പല കൺട്രീസിന്റെ കറൻസിയും ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ വാല്യൂ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൺട്രീസിൽ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കമ്പനികൾക്കൊക്കെ തന്നെ US ഡോളർ ആവശ്യമായിട്ടുണ്ട്. കാരണം അവരെ പർച്ചേസിംഗ് പവർ പ്രൊട്ടക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും US ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ തന്നെ ഈ ഒരു അതിനൊക്കെയുള്ള ഡിമാൻഡ് എത്തരത്തിലുള്ള കൺട്രീസ് US പുറത്ത് വർദ്ധിക്കും.
അതുവഴി US ഡോളറിന്റെ ഈ ഒരു സ്റ്റേബിൾ കോയിൻ ബാക്ക് ചെയ്യുന്ന US ട്രഷറിയുടെ ഡിമാൻഡും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ US ഡോളറിന്റെ ലോകത്തിലുള്ള ഡോമിനൻസ് അല്ലെങ്കിൽ വേൾഡ് റിസർവ് കറൻസി സ്റ്റാറ്റസ് നിലനിർത്താൻ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം സൈൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഡർ എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത്, ബിറ്റ്കോയിനെ സ്ട്രാറ്റജിക് റിസർവ് അസറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്ക് US കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഡെപ്റ്റ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. അവരുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 32 ട്രില്യൺ. അതേസമയത്ത് അവിടുത്തെ GDP എന്ന് പറയുന്നത് 20 ട്രില്യൺ 21 ട്രില്യൻ്റെ അടുത്താണ് GDP നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെപ്റ്റിനെ മറികടക്കാൻ അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഒരു അസറ്റ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ അവർ സ്ട്രാറ്റജിക് റിസർവ് അസറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും കൂടുതൽ ബഡ്ജറ്റ് ന്യൂട്രൽ വഴിയിലൂടെ, അതായത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് വാങ്ങാതെ മറ്റു രീതിയിൽ കൂടുതൽ ബിറ്റ്കോയിൻ അക്വയർ ചെയ്യും എന്നൊക്കെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് റിസർവ് റിസർവ് എക്സിക്യൂട്ടീവ് ഓർഡർ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ട്രേഡ് വാർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ട്രംപ് ചാർജ് ചെയ്യുന്ന ടാരിഫ് എന്ന് പറയുന്നത് 4D ഡയമെൻഷൻ സ്ട്രാറ്റജിയുടെ ഒരു ഫസ്റ്റ് ഫേസ് മാത്രമാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ന്റെ ഡോമിനൻസ് നിലനിർത്തുക, അതുപോലെ തന്നെ ഡോളറിന്റെ ഡോമിനൻസ് നിലനിർത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏത് പ്രസിഡന്റിനെയും പോലെ ട്രംപിന്റെയും നയം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആസ് ആൻ ഇൻവെസ്റ്റർ എന്നതിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഗ്ലോബൽ US തന്നെ ബിറ്റ്കോയിൻ ഒരു സ്ട്രാറ്റജിക് റിസർവ് അസറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതോടുകൂടെ പല കൺട്രീസും തന്നെ മുമ്പുണ്ടായിരുന്ന അവരുടെ ബിറ്റ്കോയിനോട് അല്ലെങ്കിൽ ക്രിപ്റ്റോനോടുള്ള സമീപനം മാറ്റി ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ബിറ്റ്കോയിനിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൺട്രീസിൻ്റെയും അത് അല്ലെങ്കിൽ മറ്റ് കമ്പനികളൊക്കെ കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിൽ ഫ്രണ്ട് റൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് കണ്ടന്റിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.